ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പൃഥ്വിരാജ് നായകനായി നിസാം ബഷീർ സംവിധാനം ചെയ്ത് ജൂലൈ 9 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ഐ നോബഡി. ചിത്രം ആദ്യ തിങ്കളാഴ്ച കൂടിയ 5 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. സിനിമ ആദ്യ 4 ദിവസം കൊണ്ട് കേരളത്തിൽ 5,70,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ 2,05,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 7,75,00,000 രൂപയാണ്. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 4 ദിവസം കൊണ്ട് സിനിമ നേടിയെടുത്തിരിക്കുന്നത് 12,25,00,000 രൂപയുമാണ്. ഇനി 5-ാം ദിവസം എന്ന തിങ്കളാഴ്ചയിലേക്ക് വന്നാൽ ഇന്ന് കേരളത്തിൽ 50-55 റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 5 ദിവസം കൊണ്ട് കേരളത്തിൽ 6,25,00,000 റേഞ്ചിലാണ് സിനിമ എത്തിച്ചേർന്നിരിക്കുന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 13 കോടിക്ക് മുകളിലും പ്രതീക്ഷിക്കുന്നു. ചിദംബരം സംവിധാനം ചെയ്ത് ജൂൺ 19 തിരഞ്ഞെടുത്തിയ മലയാള സിനിമയാണ് ബാലൻ ദി ബോയ്. ചിത്രം 4-ാമത്തെ തിങ്കളാഴ്ച കൂടിയ 25 ദിവസമാണ് ഇന്ന് പിന്നിട്ടിരിക്കുന്നത്. 24-ാം ദിവസം ഇന്നലെ ഞായറാഴ്ച ഈ സിനിമ കേരളത്തിൽ 15,75,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ കേരളത്തിൽ 24 ദിവസം കൊണ്ട് 18,48,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 22,74,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് ഈ സിനിമ 24 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 12,88,00,000 രൂപയാണ്. ഇന്നലെ ഞായറാഴ്ച വരെ ഈ സിനിമ ലോകമെമ്പാടുമായി 35,62,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. 25-ാം ദിവസമായ തിങ്കളാഴ്ച കേരളത്തിൽ 7 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 18,55,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നത്. വേൾഡ് വൈഡ് ഗ്രോസ് 35,70,00,000 റേഞ്ചിലും പ്രതീക്ഷിക്കുന്നു. ജൂലൈ 3 പാൻ ഇന്ത്യൻ റിലീസായി തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമയാണ് നാഗബന്ധം. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആന്ധ്രയിൽ 7,17,00,000 കളക്ട് ചെയ്ത ഈ സിനിമ കർണാടകയിൽ 2,35,00,000 രൂപയും തമിഴ്നാട്ടിൽ 1,01,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 10 ദിവസം കൊണ്ട് ഇന്ത്യൻ ഗ്രോസായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 22,96,00,000 രൂപയാണ്. ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 24,64,00,000 രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ജൂലൈ 3 വെള്ളിയാഴ്ച തിയേറ്ററിലെത്തി സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ തമിഴ് സിനിമയാണ് ഗാട്ടാ ഗുസ്തി 2. ചിത്രത്തിന്റെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസത്തെ കളക്ഷൻ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ 32,70,00,000 രൂപയും കർണാടകയിൽ 2,35,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 3,35,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ 10 ദിവസം കൊണ്ട് കേരളത്തിൽ 94 ലക്ഷം കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 36,19,00,000 രൂപയാണ്. വിദേശത്ത് 7,97,000 ഡോളറാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 7,60,00,000 രൂപ. അങ്ങനെ ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 43,79,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. അതേസമയം സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒഫീഷ്യൽ പോസ്റ്റർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഒഫീഷ്യൽ പോസ്റ്റർ പ്രകാരം ആദ്യ 3 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 44 കോടി രൂപയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ടത് 10 കോടി രൂപയ്ക്കാണ്. 15,69,00,000 രൂപ തമിഴ്നാട് ഷെയറായും 20,81,00,000 രൂപ വേൾഡ് വൈഡ് ഷെയറായും സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ജൂലൈ 3 തിയേറ്ററിലെത്തിയ ബോളിവുഡ് സിനിമയാണ് ആൽഫ. സിനിമ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 10 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 81 ലക്ഷം രൂപയാണ്. കർണാടകയിൽ 5,33,00,000 കളക്ട് ചെയ്ത ഈ സിനിമ തെലങ്കാനയിൽ 2,49,00,000 രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ഈ സിനിമ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത് മഹാരാഷ്ട്രയിലാണ് 13,01,00,000 രൂപ. രണ്ടാമത് ഡൽഹിയിലാണ് 10,91,00,000 രൂപയാണ് ഡൽഹി കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത്. വെസ്റ്റ് ബംഗാളിൽ 3,99,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസായി നേടിയെടുത്തിരിക്കുന്നത് 65,39,00,000 രൂപയാണ്. വിദേശത്ത് നിന്ന് 25,87,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ വേൾഡ് വൈഡ് ഗ്രോസായി ഇന്നലെ വരെയുള്ള 10 ദിവസം കൊണ്ട് 91,26,00,000 രൂപയാണ് നേടിയെടുത്തിരിക്കുന്നത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനുമായി ബന്ധപ്പെട്ട് 91,23,00,000 രൂപയുടെ ഒഫീഷ്യൽ പോസ്റ്ററും അണിയറ പ്രവർത്തകർ ഇന്ന് പങ്കുവച്ചിട്ടുണ്ട്. 65 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത് 43,58,00,000 രൂപയാണ്. ജൂൺ 26 തിയേറ്ററിലെത്തിയ നിലവിൽ സൂപ്പർ ഹിറ്റ് വിജയം സ്വന്തമായി കഴിഞ്ഞ ബോളിവുഡ് സിനിമയാണ് വെൽക്കം ടു ദി ജംഗിൾ. സിനിമ ഇന്ത്യൻ ഗ്രോസായി ഇന്നലെ ഞായറാഴ്ച നേടിയെടുത്തത് 2,38,00,000 രൂപയാണ്. 17 ദിവസം കൊണ്ട് 155,53,00,000 രൂപയാണ് ഇന്ത്യൻ കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഇന്നലെ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 2,80,00,000 രൂപയാണ് കളക്ട് ചെയ്തത്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച വരെയുള്ള 17 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി 188,03,00,000 രൂപയാണ് സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 80 കോടിക്ക് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിക്കപ്പെട്ട ഈ സിനിമയ്ക്ക് വേൾഡ് വൈഡ് ഷെയറായി കിട്ടിയിരിക്കുന്നത് 87 കോടി രൂപയാണ്. ജൂൺ 19 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. വർഷ വാസുദേവ് തിരക്കഥ തയ്യാറാക്കി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല, അപർണ ബാലമുരളി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. ഈ സിനിമ ഇന്നലെ കേരളത്തിൽ 3,45,000 രൂപയാണ് കളക്ട് ചെയ്തത്. 24 ദിവസം കൊണ്ട് കേരളത്തിൽ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 2,31,00,000 രൂപയാണ്. കർണാടകയിൽ 11,50,000 കളക്ട് ചെയ്ത ഈ സിനിമ തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തത് 8,50,000 രൂപയാണ്. ഇന്ത്യൻ ഗ്രോസായി 2,51,00,000 കളക്ട് ചെയ്ത ഈ സിനിമ വേൾഡ് വൈഡ് ഗ്രോസായി 24 ദിവസം കൊണ്ട് 2,65,00,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. സിനിമയുടെ ബഡ്ജറ്റ് 1,80,00,000 രൂപയാണ്. ഈ സിനിമകളെക്കുറിച്ച് വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.